iOS 18 ബീറ്റ 3 വേർഷൻ ഐഫോൺസിന് വേണ്ടി 2 ദിവസം മുമ്പ് ആപ്പിൾ റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സും ചേഞ്ചസുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഹോം സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്നാൽ നമുക്ക് ഡാർക്ക് മോഡ് ഐക്കൺസ് നമുക്ക് തേർഡ് പാർട്ടി ആപ്സിനും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ തേർഡ് പാർട്ടി ആപ്സ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് ടെലിഗ്രാമിനുണ്ട്, ഇവിടെ കണ്ട മീൻഷോട്ടിനുണ്ട്, അങ്ങനെ കുറച്ചധികം ആപ്സ് ഇവിടെ കണ്ട് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്സിന് നമുക്കിപ്പോൾ ഡാർക്ക് മോഡ് വന്നിട്ടുണ്ട്. മുമ്പ് നമുക്ക് ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നു, ഇപ്പോൾ നമുക്കത് ഡാർക്ക് മോഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി തേർഡ് പാർട്ടി ആപ്സിന് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്, പക്ഷേ കുറച്ച് ആപ്സൊക്കെ ഇപ്പോഴും നമുക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ കണ്ട ചില ഐക്കൺസൊക്കെ നമുക്കിപ്പോഴും ആ ഒരു പഴയ ഡാർക്ക് മോഡ് കിട്ടിയിട്ടില്ല, നമുക്ക് നോർമലായിട്ടുള്ള ഐക്കൺസ് തന്നെയാണ് കാണുന്നത്. പിന്നെ നമുക്ക് വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോർച്ചിനകത്താണ്. നമുക്കിപ്പോൾ ടോർച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇൻ്റർഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പ് നമുക്ക് ചെറിയൊരു സെക്ഷനായിട്ടായിരുന്നു നമുക്ക് ടോർച്ച് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് കുറച്ചുകൂടെ ബോൾഡായിട്ട് പോയൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് ആനിമേഷൻസും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബീമിൻ്റെ ത്രോ നമുക്കിപ്പോൾ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ത്രോയും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 2 ലൈൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടിയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് 2 ലൈൻസിൽ അതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എവിടം വരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എവിടെ വരെ ഇപ്പോൾ കറണ്ട് ബീം എവിടം വരെയാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ തരത്തിൽ നമുക്ക് ഈ ബീമിൻ്റെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോർച്ചിൽ ഈ ഒരു ചേഞ്ചാണ് നമുക്കിപ്പോൾ കറൻ്റ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കൊന്ന് ഇത് വേറെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിനകത്താണ്. ഇപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ കൺട്രോൾ സെൻറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺട്രോൾ സെൻറ്റർ കസ്റ്റമൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇവിടെ ഒരു ആനിമേഷൻ രൂപത്തിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് പല പല പേജസ് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഇവിടെ ഒരു ആനിമേഷൻ രൂപത്തിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെ അത് ആഡ് ചെയ്യണം, നമ്മുടെ വിഡ്ജറ്റ്സൊക്കെ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നമുക്കിവിടെ ആ ഒരു ചെറിയൊരു ആനിമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ചെറിയ ചേഞ്ചസ് നമുക്ക് ഐക്കൺസിലൊന്ന് ചെറിയ ചേഞ്ചസും നമുക്കിപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹോം സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഞാൻ ഇപ്പോൾ ഒരു കസ്റ്റം വാൾപേപ്പറല്ല യൂസ് ചെയ്യുന്നത്, iOSൻ്റെ ഒരു വാൾപേപ്പറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാൾപേപ്പറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ സെറ്റിങ്സിൽ വാൾപേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് ന്യൂ വാൾപേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു വാൾപേപ്പർ എടുത്തതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കളർ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് പറയുന്ന ഡൈനാമിക് വാൾപേപ്പർ ഇവിടെ കണ്ട് ഡൈനാമിക്കാണ് സെലക്റ്റായി നിൽക്കുന്നത്. ഈ ഡൈനാമിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ദിവസത്തിലുള്ള സമയമനുസരിച്ച് നമുക്ക് ഈ ഒരു വാൾപേപ്പറിൽ ചേഞ്ചസ് വരുന്നതായിരിക്കും. ഇപ്പോൾ രാവിലെയുള്ളൊരു കളറായിരിക്കും, അതിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുക, നമുക്ക് ഓരോരോ മണിക്കൂറിലും നമുക്ക് ഇതിൻ്റെ ഒരു ചേഞ്ചസ് നമുക്ക് ഈ ഒരു ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ഈ ഒരു ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കാണ് നിങ്ങൾ ഈ ഒരു ഫോൺ അൺലോക്ക് ചെയ്ത് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു വാൾപേപ്പർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, മുകളിലും താഴെയായിട്ട് നമുക്ക് കളേഴ്സ് ടൈം ഫ്രെയിം അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്കിത് പെട്ടെന്ന് അറിയാൻ പാടായിരിക്കും. പക്ഷേ നിങ്ങൾ കുറച്ച് ഗ്യാപ്പിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫോണിലേക്ക് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡൈനാമിക് വാൾപേപ്പർ നമുക്കിപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തിട്ട് ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് ഫോട്ടോസ് ആപ്പിലാണ്. ഇപ്പോൾ ഞാൻ ഫോട്ടോസ് ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നതാണ് ഇവിടെ കാണട്ടെ. മുകളിൽ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, നമുക്കൊരു സെലക്ട് ബട്ടൺ നമുക്കിവിടെ വന്നിട്ടുണ്ട്. മുമ്പ് നമുക്കിവിടെ ഒരു സെർച്ച് ബട്ടണിൽ സെർച്ച് എന്ന് മാത്രമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് സെലക്ട് ബട്ടൺ വന്നിട്ടുണ്ട്. ഈ സെലക്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഫോട്ടോസ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മുമ്പ് അറിയാം നമ്മളിത് ഈ ഫോട്ടോസ് നിങ്ങൾ താഴോട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സെലക്ട് ബട്ടൺ ആക്റ്റീവ് ആവുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ മുകളിൽ നിന്നാലും നമുക്ക് ഈ ഒരു സെലക്ട് ബട്ടൺ ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന വേറൊരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കീബോർഡിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇമോജീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വലിയ ഇമോജീസാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് ഈ ഒരു ഇമോജീസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. മുമ്പ് നമുക്ക് ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഇമോജീസും നമുക്ക് ഈ ഒരു സെക്ഷനിൽ കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് ഈ ഒരു ഇമോജീസിൻ്റെ സൈസ് വലുതായിട്ട് തന്നെ കുറച്ച് ഇമോജീസ് മാത്രമാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇമോജീസ് എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വിസിബിളായിട്ട് നമുക്കിത് അറിയാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് കറക്റ്റായിട്ടുള്ള ഇമോജീസ് സെലക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു മേജർ അപ്ഡേറ്റ് ഒന്നും അല്ല, കാരണം നമുക്കിതൊരു ചെറിയൊരു സൈസ് മാത്രമേ വന്നിട്ടുള്ളൂ. 1.18 GB അടുപ്പിച്ച് നമുക്ക് ഈ ഒരു ബീറ്റ 3 നമുക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പക്ഷേ ഇതിനകത്ത് ഉള്ളൊരു മെയിൻ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോൺ ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്ലൂയിഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മുമ്പ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇപ്പം ഡാർക്ക് മോഡ് ടു ലൈറ്റ് മോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഐക്കൺസൊക്കെ കുറേ നേരം ബ്ലാങ്ക് ആയിട്ട് നിന്നിട്ട് നമുക്ക് പിന്നീട് അതിൽ കുറച്ച് സമയം എടുത്തെങ്കിലും നമുക്ക് ഈ ഒരു ഐക്കൺസൊക്കെ കറക്റ്റായിട്ട് പോപ്പായിട്ട് വരത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കത് ഐക്കൺസ് റിഫ്രഷ് ആയിട്ട് നമുക്ക് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും തമ്മിലൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. കുറച്ചുകൂടെ ഫ്ലൂയിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു iOS 18 ബീറ്റ 3 നമുക്ക് ലഭിക്കുന്നത്.
അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയാണ് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ആപ്പിൾ കൂടെ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന അടുത്ത് വരുന്ന റിലീസിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് അടുത്ത ബീറ്റ 4 നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബീറ്റ 3 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും. ചെറിയ അപ്ഡേറ്റ് ആണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ വളരെ ഫ്ലൂയിഡായുള്ള എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ബഗും കാര്യങ്ങളൊക്കെ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് ബീറ്റ 2 അപേക്ഷിച്ച് കുറവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബീറ്റ 3 വേർഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു ബീറ്റ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മെയിൻ ഡിവൈസിൽ ഈ ഒരു ബീറ്റ അപ്ഡേറ്റ് ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഒരു സെക്കൻഡറി ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ബീറ്റ ടെസ്റ്റിംഗ് ആ ഫോണിൽ ചെയ്യുക. ചില സമയങ്ങളിൽ ബഗും കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡിവൈസ് ചിലപ്പോൾ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സെക്കൻഡറി ഡിവൈസിൽ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആണ്. അപ്പം താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇവിടെ. അപ്പം വീഡിയോ വരപ്പെടാൻ എനിക്ക് കൂട്ടുകാരെ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെയും സി യു.